ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് ഇപ്പോൾ പന്നിൻ രവീന്ദ്രൻ മത്സരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വിശദാംശങ്ങൾ എന്താണ് അതിൽ പാലോട്? ത്രികോണ മത്സരം നടക്കുന്ന ശ്രദ്ധേയ മത്സരമാണ് തിരുവനന്തപുരം ലോക്സഭയിൽ മണ്ഡലത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഈ പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാനാർത്ഥികളിൽ ആദ്യം പത്രിക നൽകുന്നത് പന്നിൻ രവീന്ദ്രനാണ്. പന്നിൻ രവീന്ദ്രൻ പ്രകടനമായാണ് തിരുവനന്തപുരം കളക്ടറേറ്റിലേക്ക് വന്നിട്ടുള്ളത്. റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ കളക്ടർക്ക് മുൻപാകെയാണ്, ജെറോമിക് ജോർജ് IAS മുൻപാകെയാണ് പത്രിക സമർപ്പിക്കുക. പത്രിക സമർപ്പിക്കാനായി പ്രവർത്തകരോടൊപ്പം പ്രകടനമായാണ് മുതിർന്ന നേതാക്കൾ മന്ത്രിമാരായ ശിവൻകുട്ടി, GR അനിൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളോടൊപ്പമാണ് ഇവിടേക്ക് കളക്ടറേറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് പ്രധാനപ്പെട്ട നേതാക്കളുടെ CPM CPI നേതാക്കളുടെയൊക്കെ പ്രതിമകളിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രകടനമായി കളക്ടറേറ്റിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഗവർണർ സമയം അനുവദിക്കുന്നതിൽ പത്രിക നൽകുമെന്നാണ് അറിയുന്നത്. 4 സെറ്റ് പത്രികയാണ് നൽകുന്നത്. മന്ത്രി GR അനിൽ, മന്ത്രി ശിവൻകുട്ടി, നീല ലോഹിതദാസ് നാടാർ, ഒപ്പം ആന്റണി രാജു എന്നിങ്ങനെ ആകെ 5 പേരാണ്, M വിജയകുമാർ എന്നിങ്ങനെ 5 പേരാണ് സ്ഥാനാർത്ഥിക്കൊപ്പം അകത്തേ കയറി പത്രിക സമർപ്പണത്തിലൊപ്പം ഉണ്ടാവുക. അല്പസമയത്തിനുള്ളിൽ തന്നെ പത്രിക CPI സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പാലക്കാട് AVG രാഘവൻ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. ഇക്ബാൽ അറക്കൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇക്ബാൽ, ഇതിനകം തന്നെ വരണാധികാരിയുടെ മുമ്പിൽ AVG രാഘവൻ എത്തിയിരിക്കുന്നു. ആരൊക്കെയുണ്ട് AVG രാഘവനൊപ്പം? എങ്ങനെയാണ് പത്രികാ സമർപ്പണം? ഇപ്പോൾ കാണുന്നത് അധികാരിയായി CPM പോളിറ്റ് ബ്യൂറോ അംഗം AVG രാഘവൻ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. മന്ത്രി MB രാജേഷ്, CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, NN കൃഷ്ണദാസ്, മുൻ ലോക്സഭാംഗം തുടങ്ങിയവർ വിജയരാഘവനോടൊപ്പമുണ്ട്. AVG രാഘവൻ ഇപ്പോൾ പത്രികാ സമർപ്പണത്തിൻ്റെ ഭാഗമായുള്ള പ്രതിജ്ഞ എടുക്കുന്നു. തിരുവനന്തപുരത്ത് CPI സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള മുൻ ലോക്സഭാംഗമാണ് പന്നിൻ രവീന്ദ്രൻ. പത്രിക സമർപ്പണം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്തു. പന്നിൻ രവീന്ദ്രൻ തിരുവനന്തപുരത്തെയും AVG രാഘവൻ പാലക്കാട്ടെയും മുൻ MP മാരാണ്. രണ്ടുപേരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. പന്നിൻ രവീന്ദ്രൻ CPIയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. 75 വയസ്സെന്ന പ്രായപരിധിയിൽ ഇപ്പോൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായി തുടരുകയാണ്. അതേസമയം AVG രാഘവൻ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം നേതാക്കൾ, സ്ഥാനാർത്ഥികൾ പുറത്തേക്കെത്തും എന്ന് കരുതാം. അവർ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് വിചാരിക്കാം. മറ്റു വാർത്തകളിലേക്ക്. ഇപ്പോൾ CPI നേതാവ് പന്നിൻ രവീന്ദ്രൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. GR അനിൽ, ശിവൻകുട്ടി തുടങ്ങിയ നേതാക്കളാണ് പന്നിൻ രവീന്ദ്രനോടൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിലെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഏറ്റവും മുതിർന്ന CPI നേതാവാണ്, ഭക്ഷ്യമന്ത്രി കൂടിയായ GR അനിൽ. ഒപ്പം തന്നെ ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി, ഒപ്പം തന്നെ വിജയകുമാർ, വിജയകുമാർ, CPM നേതാവ് എന്നിവരാണ് ഇപ്പോൾ പത്രികാ സമർപ്പണത്തിന് പന്നിൻ രവീന്ദ്രനോടൊപ്പം ഉള്ളത്. പത്രികാ സമർപ്പണം വേഗത്തിലാവുകയാണ്.
അവധി ദിവസങ്ങളേറെ ആയതിനാൽ പത്രികാ സമർപ്പണത്തിന് ചുരുങ്ങിയ ദിവസം മാത്രമേ ഈ ആഴ്ചയുള്ളൂ. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുകയാണ്. എ വിജയരാഘവനും പന്ന്യൻ രവീന്ദ്രനുമാണ് പത്രികാ സമർപ്പണം പൂർത്തിയാക്കിയിരിക്കുന്നത്. മറ്റന്നാളാണ് പത്രികാ സമർപ്പണത്തിൻ്റെ അവസാന തീയതി. ഏപ്രിൽ 4 പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ പത്രികാ സമർപ്പണം പൂർത്തിയാക്കിയിരിക്കുന്നു. എസ് വിജയകുമാർ, ശിവൻകുട്ടി, GR അനിൽ തുടങ്ങിയ നേതാക്കളാണ് പന്ന്യൻ രവീന്ദ്രനൊപ്പം പത്രികാ സമർപ്പണം